കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി RL നിതിൻ രാജിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് അധ്യാപകരുടെ വിചാരണയും ലോണ ഭീഷണിയുമെന്ന് പോലീസ്. ലോണാപ്പിൽ നിന്ന് അധ്യാപികയ്ക്ക് ഭീഷണി സന്ദേശം എത്തിയതും പരാതി നൽകാൻ ടീച്ചർ ഒരുങ്ങിയതും നിതിൻ രാജിനെ മാനസികമായി തളർത്തി. മരണത്തിന് കാരണം ലോണാപ്പ് സമ്മർദ്ദമെന്ന പോലീസ് വാദം നിതിൻ രാജിന്റെ കുടുംബം തള്ളി. ജീവനൊടുക്കുന്നതിന് മുൻപ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും നിതിൻ രാജ് കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം കോളേജിൽ പരിശോധന നടത്തി. ഈ മാസം 9-ന് മാത്രം നിതിന്റെ ഫോണിലേക്ക് ഇൻസ്റ്റാപേ എന്ന ലോൺ ആപ്പിൽ നിന്ന് 98 സന്ദേശങ്ങളാണ് എത്തിയത്. വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ കോളുകളും ഉൾപ്പെടെയാണിത്. നിതിൻ റഫറൻസ് നമ്പറായി നൽകിയിരുന്ന അധ്യാപിക ലതയുടെ ഫോണിലേക്കും ലോൺ ആപ്പുകാർ നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഫെബ്രുവരിയിലെടുത്ത 14,000 രൂപയുടെ വായ്പയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഭീഷണി. തന്റെ പേരിൽ പ്രിയപ്പെട്ട അധ്യാപികയ്ക്ക് അപമാനം നേരിട്ടത് നിതിനെ കടുത്ത മാനസിക വിഷമത്തിലാക്കി. അധ്യാപിക ഈ വിവരം പ്രിൻസിപ്പലിന് പരാതിയായി നൽകിയതിനെ തുടർന്നാണ് നിതിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. പ്രിൻസിപ്പലിന്റെ ഓഫീസിലെ ചോദ്യം ചെയ്യൽ നിതിനെ കൂടുതൽ തളർത്തിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അധ്യാപിക പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് നിതിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. ഇതാകാം ആത്മഹത്യയിലേക്ക് നയിച്ച പെട്ടെന്നുള്ള കാരണമെന്നാണ് പോലീസ് നിഗമനം. ഓഫീസിൽ നിന്ന് നിതിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടു പോകുന്ന CCTV ദൃശ്യങ്ങളും ഇതിനെ ശരിവെക്കുന്ന സാക്ഷിമൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. തന്റെ സഹോദരന്റെ മരണം വെറുമൊരു ലോൺ കുടിശ്ശികയുടെ പേരിൽ ഒതുക്കി തീർക്കാൻ അനുവദിക്കില്ലെന്ന് സഹോദരി നികിത രാജ് പറഞ്ഞു. ആപ്പ് ലോണിന്റെ പേര് പറഞ്ഞിട്ട് ഒരിക്കലും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം അത്രയും ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് അവൻ. ആ കരഞ്ഞോണ്ട് ഇറങ്ങി പോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ആപ്പ് ലോണിന്റെ പേര് പറഞ്ഞിട്ടല്ല കൊച്ചു സൂയിസൈഡ് ചെയ്തത്. അന്ന് ആ റാമിന്റെ കാര്യം പോലെ എന്നെ അപ്പോഴും വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓഫീസിലൊരു കാര്യമുണ്ട്, എല്ലാരും കൂടെ ചേർന്ന് അവനെ കൊന്നതാണ്. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ അധ്യാപകരെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കില്ലെന്നാണ് വിവരം. ഇവർക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.